ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 12-5 മുതൽ 8 വരെ. അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നുവെന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ശബത്തിന് അതിൽ തന്നെ വലിയ പ്രാധാന്യമില്ലെന്ന് കാണിക്കാൻ ന്യായപ്രമാണത്തെ കർത്താവ് ഉദ്ധരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സംഖ്യാപുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ശബത്തിൽ പരിപൂർണ സ്വസ്ഥതയാണ് ന്യായപ്രമാണപ്രകാരം ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി ശാബത്തിൽ യാഗമൃഗത്തെ കൊല്ലുകയും അർപ്പിക്കുകയും വേണമായിരുന്നു. ദേവാലയത്തോടുള്ള ബന്ധത്തിൽ യാഗത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാൻ ശബത്തിനെ ലംഘിക്കാൻ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് അത് രേഖപ്പെടുത്തുന്നത്. കർത്താവ് അവരുടെ മധ്യത്തിൽ ദേവാലയത്തേക്കാൾ വലിയവനാണ്. എത്രത്തോളമാണ് ശാബത്ത് ലംഘിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് വിഷയം. കർത്താവിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മനുഷ്യൻ്റെ ആവശ്യം നിറവേറ്റുകയും വേണം. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ എന്നാണ് കർത്താവ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അവർ ഗ്രഹിച്ചിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. അപ്പോൾ മതാനുഷ്ഠാനങ്ങൾ കരുണയ്ക്ക് വഴിമാറി കൊടുക്കേണ്ടതാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അനുവാചകരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. മത്തായി 12-5 പ്രകടമാക്കിയിരിക്കുന്ന ഈ ഒരു സത്യം പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ മിനിസ്ട്രിയുമായി ബന്ധത്തിൽ പലയിടങ്ങളിൽ ശബത്ത് നാളിനെ ബ്രേക്ക് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. രോഗികൾക്ക് സൗഖ്യം നൽകുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും അന്ധന് കാഴ്ച നൽകുന്നതുമൊക്കെ ശബത്തിലെ ചില സൗഖ്യദായക ശുശ്രൂഷകളാണ്. അപ്പോൾ ശാബത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പരിപൂർണമായ സ്വസ്ഥത അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എങ്ങനെ മനുഷ്യനെ കൊണ്ടുവരാമെന്നതാണ് ശബത്തിൻ്റെ ഉദ്ദേശം. അത് കർത്താവ് അവരോട് വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ശാബത്ത് കൊടുത്തവനും ദിവ്യ സ്വസ്ഥതയുമൊക്കെ ദൈവമാണ്. ദൈവത്തിനും കൂടെ സ്വസ്ഥത ലഭിക്കുന്നില്ലെങ്കിൽ മനുഷ്യന് ശബത്തോ സ്വസ്ഥതയോ സാധ്യമല്ല. ക്രിസ്തുവിനെ തള്ളിയിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും ശബത്ത് ഉണ്ടാകാനും സാധ്യമല്ല. പകയും പരിഹാസവും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെതിരെ യേശുവിൻ്റെ മഹത്വം വളരെയധികം ശോഭിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ കതിർ പറിച്ച കാര്യത്തിൽ നീതീകരിച്ചതുകൊണ്ടും ശബത്തിൽ വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കിയതുകൊണ്ടും പരീശന്മാർ അവരുടെ വിദ്വേഷം വെളിപ്പെടുത്തുന്നു. അതുകൂടാതെ കർത്താവ് ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നുള്ള കുറ്റാരോപണവും നടത്തുകയും ചെയ്തു. അപ്പോൾ മനുഷ്യൻ്റെ നന്മയും സ്വസ്ഥതയും പൂർണ്ണതയും ദൈവിക പദ്ധതിയിൽ ഉള്ള കാര്യമാണ്. ശബത്ത് അതിനു വേണ്ടിയാണ്. മനുഷ്യൻ
നിയമത്തിന് വേണ്ടിയല്ല, നിയമം മനുഷ്യന് വേണ്ടിയാണ് എന്ന പൊതുതത്വം ഇതുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാലാകാലങ്ങളിലായി അവലംബിച്ചു വരുന്ന ചില പൗരാണിക കീഴ്വഴക്കങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ലംഘിക്കപ്പെടുന്നുവെങ്കിൽ അത് തീർച്ചയായും ദൈവം അംഗീകരിക്കുന്നതായിരിക്കും. നമ്മുടെ മതപ്രമാണങ്ങളിലല്ല, ദൈവിക കരുണയിലും മനുഷ്യൻ്റെ നന്മയിലും അടിസ്ഥാനപ്പെട്ട വിചാരങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാകണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണമായും പ്രമാണങ്ങളെക്കാൾ ഉപരിയായി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നിലനിൽപ്പാനും പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും ക്രിസ്തുവിൽ നമുക്ക് സാധ്യമാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കരുണ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണയുള്ള കർത്താവിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.